Dears, welcome back to Arcanics. So, Christmas examine വരാൻ സാധ്യതയുള്ള 3 മാർക്ക് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ആദ്യത്തെ ചോദ്യം equilibrium എന്നാണ്. But the nature of the product by the hydrolysis of sodium acetate. സോഡിയം അസറ്റേറ്റിലേക്ക് വെള്ളം ആഡ് ചെയ്താൽ ഉണ്ടാവുന്ന പ്രോഡക്റ്റിന്റെ നേച്ചർ എന്തായിരിക്കും? അസിഡിക് ആയിരിക്കുമോ ബേസിക് ആയിരിക്കുമോ എന്നുള്ളതൊക്കെയാണ് ക്വസ്റ്റ്യൻ. സോഡിയം അസറ്റേറ്റിന്റെ ഫോർമുല എല്ലാവർക്കും അറിയാം. എന്താ സോഡിയം അസറ്റേറ്റ്? CH3COO എന്നെയാണ് സോഡിയം അസറ്റേറ്റ്. ഇതിലേക്ക് വാട്ടർ ആഡ് ചെയ്യുക. വാട്ടർ എന്ന് പറഞ്ഞാൽ H+ഉം OH- ആണെന്ന് എല്ലാവർക്കും അറിയാം, ശരിയല്ലേ? ഇനി ഇതിൽ ആരാണോ ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ്, അയാൾക്ക് നെഗറ്റീവ് ചാർജും ഇയാൾക്ക് പോസിറ്റീവ് ചാർജാണ്. പോസിറ്റീവും നെഗറ്റീവും കമ്പൈൻ ചെയ്യും, നമുക്കൊക്കെ അറിയാലോ. യെസ്, നെഗറ്റീവും പോസിറ്റീവും കമ്പൈൻ ചെയ്യും ഉണ്ടാവുന്ന പ്രോഡക്റ്റ് നമുക്ക് എഴുതാം CH3COOH. ഇത് അസറ്റിക് ആസിഡ് ആണ്, ഇതൊരു വീക്ക് ആസിഡ് ആണ്. എന്താ പറ? വീക്ക് ആസിഡ് ആണ്. NaOH ആണ് ബാക്കി ഉണ്ടാവുക. NaOH എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് ബേസ് ആണ്. ആരാണോ സ്ട്രോങ്, ഇത് വീക്ക് ആണ്, ഇത് സ്ട്രോങ് ആണ്. ആരാണോ സ്ട്രോങ് അയാളെ നേച്ചർ ആണ് സൊല്യൂഷൻ കാണിക്കുക. NaOH ഒരു സ്ട്രോങ് ബേസ് ആണ്. സോ സൊല്യൂഷൻ ഈസ് ബേസിക്. അടുത്ത ക്വസ്റ്റ്യൻ, PKയും PKB തന്നിട്ടുണ്ട്. PKയും PKBയും തന്നിട്ടുണ്ട്. ഒരു വീക്ക് ആസിഡിന്റെ PKയും PKB എന്നാൽ അതിന്റെ pH കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് 7+½ into pKa - pKb ചെയ്താൽ മതി. ഇവിടെ pKa വാല്യൂ ഇവിടെ ആണ് 4.76 ആണ്, pKb വാല്യൂ 4.75 ആണ്. സോ 7+½ into 4.76 4.75, that is equal to 7.005 കിട്ടി. Yes. അടുത്ത ചോദ്യം ഇതാണ്. ക്ലോറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഫ്ലൂറിനേക്കാൾ മോർ നെഗറ്റീവ് ആണ്. മക്കളെ, ഒരു ആറ്റത്തിലേക്ക് ഇലക്ട്രോണിന്റെ അഡീഷൻ ഈസി ആവുമ്പോഴാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നെഗറ്റീവ് ആകുന്നത്. അപ്പൊ ഫ്ലൂറിൻ എടുത്താൽ സെക്കൻഡ് ഷെല്ലിലേക്കാണ് പുതിയ ഇലക്ട്രോണുകൾ വരുന്നത്. ചെറിയ ഷെല്ലാണ്, അവിടെ ഇലക്ട്രോൺ റിപ്പൾഷൻ ഉണ്ടാകും. എന്നാൽ ക്ലോറിന്റെ കേസിൽ മൂന്നാമത്തെ ഷെല്ലിലേക്കാണ് പുതുതായിട്ടുള്ള ഇലക്ട്രോൺ വരുന്നത്. സോ ഇലക്ട്രോൺ അഡീഷൻ അവിടെ ഈസി ആണ്. ഇലക്ട്രോൺ അഡീഷൻ ഈസി ആയാൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി മോർ നെഗറ്റീവ് ആണ്. അടുത്ത ചോദ്യം ഇതാണ്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്താണ്? ഐസോ എന്ന് വെച്ചാൽ സെയിം. അപ്പൊ ഐസോ ഇലക്ട്രോണിക് എന്ന് വെച്ചാൽ സെയിം നമ്പർ ഇലക്ട്രോൺസ് ഉള്ള, ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള സ്പീഷീസ് ആണ്. ആൻഡ് അടുത്ത ചോദ്യം, ഇക്കൂട്ടത്തിൽ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസുകളെ ഐഡന്റിഫൈ ചെയ്യാനാണ്. സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളവരെ. N- നൈട്രജന്റെ 7 ഇലക്ട്രോൺ ആണ്. N- എന്ന് പറഞ്ഞാൽ 8 ഇലക്ട്രോൺ. O2- ഓക്സിജന്റെ 8 ഇലക്ട്രോൺ ആണ്. 2- കാണിക്കുന്നത് 2 ഇലക്ട്രോൺ കൂടുതലാണ്. Al2+, അലൂമിനിയത്തിന്റെ കയ്യിൽ 13 ഇലക്ട്രോൺ ആണ്. 2+ 2 എണ്ണം കുറവാണ്. സോ 11 ഇലക്ട്രോൺസ്. Mg2+, മഗ്നീഷ്യത്തിന്റെ കയ്യിൽ 12 ഇലക്ട്രോൺ, 2 കുറവാണ്. സോ 10. Cl- 17 മൈനസ് ചാർജ് കാണിക്കുന്നത് 1 ഇലക്ട്രോൺ കൂടുതലാണ്, 18. സോഡിയം അറ്റോമിക് നമ്പർ 11, 1 ഇലക്ട്രോൺ കുറവാണ്. സോ 10 ഇലക്ട്രോൺ. F- ഫ്ലൂറിന്റെ 9 ഇലക്ട്രോൺ, മൈനസ് ചാർജ് കാണിക്കുന്നത് 1 ഇലക്ട്രോൺ കൂടുതലാണ്. സോ സോഡിയം Na+, F- Mg2+, O2- ഈ സ്പീഷീസുകൾക്കാണ് ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത്. What is the right the postulates of valential electron pair repulsion theory എന്നാണ്. റിപ്പൾഷൻ തിയറി പറഞ്ഞത് ഏതൊരു മോളിക്യൂളിലെയും സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ പെയറുകളായിരിക്കും മോളിക്യൂളിന്റെ ഷേപ്പ് തീരുമാനിക്കുക. രണ്ടാമത്തത്, ഈ ഇലക്ട്രോൺ പെയറുകൾ മിനിമം റിപ്പൾഷനും മാക്സിമം സ്റ്റെബിലിറ്റിയും കിട്ടുന്ന രീതിയിൽ സ്പേസിൽ അറേഞ്ച് ചെയ്യും, അതാണ് അതിന്റെ ഷേപ്പ്. മൂന്നാമത്തത്, ലോൺ പെയർ റിപ്പൾഷൻ ഗ്രേറ്റർ ദാൻ ലോൺ പെയർ, ബോണ്ട് പെയർ റിപ്പൾഷൻ ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ. യെസ്, അടുത്ത ചോദ്യം ഇതാണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയിഡ് എന്നുള്ളതാണ്. ആൻഡ് രണ്ടാമത് അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ ആണ്. ΔU = Q+W ആണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. മക്കളെ, ഒരു മോൾ കോമ്പൗണ്ട്, ഫോർ എക്സാമ്പിൾ 1 മോൾ വാട്ടർ, അതിന്റെ കൺസ്റ്റിറ്റ്യൂന്റ് എലമെന്റ്സ് ആയിട്ടുള്ള ഹൈഡ്രജനിൽ നിന്നും ഓക്സിജനിൽ നിന്നും ഫോം ചെയ്യുന്ന എനർജി ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് വിളിക്കുക. അടുത്ത ചോദ്യം, what is bond order of a molecule? Bond order എന്ന് പറഞ്ഞാൽ എന്താ ബോണ്ട് ഓർഡർ എന്ന് വെച്ചത്? നമ്പർ ഓഫ് ബോണ്ട്സ് ഇൻ ബിറ്റ്വീൻ ടു മോളിക്യൂൾ, രണ്ട് മോളിക്യൂൾ ഇടയിലുള്ള ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് ബോണ്ട് ഓർഡർ. ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ മോളിക്കുലർ ഓർബിറ്റ് തിയറി പേരാളുള്ള ഇക്വേഷൻ ആണ് ½ into Nb - Na. Nb എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ, Na എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ആണ്. ക്ലിയർ? ബോണ്ട് ഓർഡർ ഇൻക്രീസ് ചെയ്താൽ ബോണ്ട് ലെങ്തിന് എന്ത് സംഭവിക്കും? ബോണ്ട് ഓർഡറും ബോണ്ട് ലെങ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ബോണ്ട് ഓർഡർ കൂടിയാൽ ബോണ്ട് ലെങ്ത് കുറയും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഈസ് അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് ദി ബോണ്ട് ഓർഡർ ഓഫ് F2 molecule. F2 molecule ടോട്ടലി നമുക്കുള്ളത് 18 ഇലക്ട്രോൺ ആണ്. F2 molecule എന്ന് പറഞ്ഞാൽ F2 ൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത് 18 ആണ്. അപ്പൊ σ1s, σ*1s, σ2s, σ*2s, പിന്നെ വരുന്നത് σ2pz, pi2px = pi2py,
pi 2p y n pi star 2p x equal to pi star 2p x equal to pi star 2p y again to sigma star 2p set. ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുക. 2 ഇലക്ട്രോൺ ഇവിടെ 2 4 6 8 10 12 14 16 18 ടോട്ടലി 18 ഇലക്ട്രോൺസ് ആണ് നമുക്കുള്ളത്. 18 ഇലക്ട്രോൺസിൽ ഹാഫ് ഇൻറ്റു എൻ ബി മൈനസ് എൻ ആണ് ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റഡ് ഇക്വേഷൻ. എൻ ബി എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ്. സ്റ്റാർ ഇല്ലാത്ത ഓർബിറ്റിൽ ഇലക്ട്രോൺ എണ്ണമാണ് എൻ ബി. സ്റ്റാർ ഇല്ലാത്ത ഓർബിറ്റിൽ 2 4 6 8 10 ഇലക്ട്രോൺ ആണ് സ്റ്റാർ ഇല്ലാത്തതിൽ. സ്റ്റാർ ഉള്ളതിൽ 8 ഇലക്ട്രോൺ ഉണ്ടാവും. 2/2 1 ആണ്. ബോണ്ട് ഓർഡർ 1 ആണ്. നെക്സ്റ്റ് ഈസ് അടുത്ത ചോദ്യം ഇതാണ്, ഹൈബ്രിഡൈസേഷൻ എന്ത്? ഡിഫറെന്റ് എനർജി ഉള്ള മോളിക്കുലർ ഓർബിറ്റൽസിനെ ഇന്റർമിക്സ് ചെയ്ത് സെയിം എനർജിയും ഈക്വലന്റ് ഷേപ്പും ഉള്ള മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാകുന്ന പ്രോസസ് ആണ് എന്താ? Hybridization. Intermixing of atomic orbital belong to the same atom form new orbital which having same energy and same symmetry. That orbital is called hybrid orbital. Yes, അടുത്ത ചോദ്യം ഇവരെ രണ്ടിനെയും കൂടി മാച്ച് ചെയ്യാനാണ്. sp ആണ് ഹൈബ്രിഡൈസേഷൻ എങ്കിൽ സ്ട്രക്ചർ എന്താണ്? ലീനിയർ ആണ്. sp2 ആണെങ്കിൽ ട്രൈഗണൽ പ്ലാനാർ ആണ്. sp3 ആണെങ്കിൽ ടെട്രാഹെഡ്രൽ ആണ്. sp3 trigonal bipyramidal. Yes. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Define pH of the solution. pH is equal to minus logarithm of H plus ion എന്ന് വിളിക്കുന്ന പേരാണ് pH. Minus logarithm of H plus ion is known as pH. Calculate the pH of 0.01 molar H plus solution. 0.01 molar HCl solution ആണ്. pH calculate equation. pH is equal to minus logarithm of H plus ആണ്. minus logarithm of H plus ആണ്. minus logarithm of H plus ന്റെ concentration 0.01 ആണ്. 0.01 that is minus logarithm of 10 raised to minus 2 ആണ്. log 10 raised to minus 2 എന്നാൽ minus 2 ആണ്. minus of minus plus ആയി മാറി. pH is equal to 1. next is അടുത്ത ചോദ്യം ഇതാണ്, സ്പോണ്ടേനിറ്റിയുടെ ക്രൈറ്റീരിയ ആണ് പറയുന്നത്. സ്പോണ്ടേനിയസ് പ്രോസസിന്റെ ഡെൽറ്റ ജി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ആൻഡ് അടുത്ത ചോദ്യം ഇതാണ്, ഫൈൻഡ് ടെമ്പറേച്ചർ above which the following reaction becomes spontaneous. ഈ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകാനുള്ള ടെമ്പറേച്ചർ T ആണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഡെൽറ്റ ജിയുടെ ഇക്വേഷൻ നമുക്കറിയാം, ഡെൽറ്റ ജി ഈസ് ഇക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ്. മറ്റേ മക്കളെ ഇക്വലിബ്രിയത്തിൽ ഡെൽറ്റ ജിയുടെ വാല്യൂ എന്താണ്? 0 ആണ്. സോ 0 ഈസ് ഇക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ്. ഇതിൽ നിന്നും ഡെൽറ്റ എച്ച് നമുക്ക് കിട്ടും. ഡെൽറ്റ എച്ച് ഈസ് ഇക്വൽ ടു ടി ഡെൽറ്റ എസ്. അങ്ങനെയാണെങ്കിൽ ടി കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എസ് കണ്ടുപിടിക്കുക. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ ഇവിടെ ഗിവൺ ആണ്, 490 കിലോ ജൂൾസ് പെർ മോൾ ആണ്. അതിനെ ജൂൾസ് പെർ മോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ into 10 raised to 3 ചെയ്യുക. ആൻഡ് ഡെൽറ്റ എസ് ന്റെ വാല്യൂ ഇവിടെ ഗിവൺ ആണ്. ഇത് രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത്? ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടി കിട്ടും. യെസ്, ആ ടെമ്പറേച്ചറിന്റെ മുകളിലായിരിക്കും ഈ റിയാക്ഷൻ. above this temperature reaction becomes spontaneous. അല്ലേ? next is അടുത്ത ചോദ്യം, state Hessel's law of constant heat summation എന്നാണ്. എന്താണ് Hessel's law പറയുന്നത്? ഒരു റിയാക്ഷൻ നടക്കുന്നത് സിംഗിൾ സ്റ്റെപ്പിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ മൾട്ടി സ്റ്റെപ്പിൽ ആയിക്കോട്ടെ, അവിടെ ഉണ്ടാകുന്ന എൻതാൽപി ചേഞ്ച്, ടോട്ടൽ എൻതാൽപി ചേഞ്ച് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും മക്കളെ. Total enthalpy change in a reaction is same whether it takes place one step or several steps. അല്ലേ? അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപി ഓഫ് റിയാക്ഷൻ. റിയാക്ഷൻ എൻതാൽപി കാൽക്കുലേറ്റ് ചെയ്യണം. ഈസി ആണ് അല്ലേ? ഈ ഒരു റിയാക്ഷൻ കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും enthalpy of formation of products minus enthalpy of formation of reactants ചെയ്താൽ total enthalpy of reaction calculate ചെയ്യാൻ പറ്റും. ഇവിടുത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കാൽഷ്യം ഓക്സൈഡും അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡുമാണ്. സോ അവരുടെ രണ്ടുപേരുടെയും ഫോർമേഷൻ എൻതാൽപ്പികൾ തമ്മിൽ ആഡ് ചെയ്യാം. -635.09 plus -393.5. ഓക്കേ 51 ആണ്. യെസ്, എന്നിട്ട് പ്രൊഡക്റ്റിന്റെ എൻതാൽപി ഓഫ് ഫോർമേഷൻ സം ചെയ്തു, മൈനസ് ചെയ്യുന്നു. റിയാക്ടന്റ് ഒരാളേ ഉള്ളൂ, കാൽഷ്യം കാർബണേറ്റ്. -1206.92. യെസ്, -1206.92 കിലോജൂൾ. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് total enthalpy of reaction is equal to sum of enthalpy of formation of products minus sum of enthalpy of formation of reactants എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. നെക്സ്റ്റ്. യെസ്, അടുത്ത ചോദ്യം. What are the observation made by Rutherford in the alpha scattering experiment? അപ്പോൾ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് വഴി 3 ഒബ്സർവേഷനും 3 കൺക്ലൂഷനിലേക്കാണ് റുദർഫോർഡ് എത്തിയത്. മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ പാസ് ത്രൂ ദ ഫോയിൽ വിതൗട്ട് മേക്കിംഗ് എനി റിഫ്ലക്ഷൻ. Then he assumed that most of the space in the atom is empty. Some of the alpha particles deflected with some angle. Then he assumed that atom having a positive charge and very few alpha particles deflected back. That is positive charge is very small. Clear അല്ലേ? യെസ്, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് 3 മാർക്ക് ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്ക് പഠിക്കാം. Okay, bye.